ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയായി. നമ്മൾ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ആവശ്യമുണ്ട്. ഒരു 300 ഗ്രാം ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് നമുക്ക് അതിനൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒരു 3/4 ടീസ്പൂൺ കുരുമുളകും അതേപോലെ ആവശ്യമായ പാകമായ ഉപ്പും ചേർത്ത് ചിക്കൻ ബോയിൽ ചെയ്യാൻ ആവശ്യമായ വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഒരു 20 അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് സെറ്റ് ആവട്ടോ. ഇതിലേക്ക് വേറെ കൂടുതൽ മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ വെന്ത് സെറ്റായ ചിക്കനെ നമുക്ക് ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം ബോൺ ഒഴിവാക്കി അതിൽ നിന്ന് മാറ്റിയെടുക്കുക കേട്ടോ. വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, കൂടുതൽ അരയാൻ പാടില്ല കേട്ടോ. ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടണം ചിക്കൻ്റെ കേട്ടോ, അല്ലാതെ കൂടുതൽ അരഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ വെജിറ്റബിളൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ 1 കപ്പ് ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചതും അതേപോലെ 1 കപ്പ് സവോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും അതേപോലെ ഒരു കപ്പ് കക്കിരി ചെറുതായി അരിഞ്ഞ് വെച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ക്യാരറ്റും വളരെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ഒരു 3/4 കപ്പും അതേപോലെ ചെറുതായി അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കോ ഒരു 3/4 കപ്പും 1 കപ്പ് കസ്സും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ 2 പച്ചമുളകും സ്ലൈസ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ എന്താ പറയുക മാറ്റിയ ബോണിൽ നിന്ന് മാറ്റിയ ചിക്കനും കൂടി ഇതുപോലെ പിച്ചി എടുത്ത ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സാക്കി സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ സോസാണ്. നമ്മളിവിടെ ഒരു 3 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സോസിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് മയോണൈസും കൂടി ചേർത്ത് പിന്നെ ആവശ്യമായ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവ് നോക്കിയിട്ട് നല്ലപോലെ ഇതിനെ മിക്സാക്കി സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ബണ്ണ് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഫുള്ളായി കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. കട്ട് ചെയ്ത ബണ്ണിലേക്ക് ഇനി നമുക്ക് സാൻഡ്വിച്ചിൻ്റെ മസാല ഇതുപോലെ ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തായിട്ടും നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഫില്ല് ചെയ്ത് സെറ്റായതിന് ശേഷം നമുക്ക് ഇതിനെ നമ്മുടെ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് നല്ലപോലെ പൊതിഞ്ഞെടുക്കണം. ഇത് നല്ലപോലെ ഫില്ലാക്കി കഴിഞ്ഞാൽ കണ്ടില്ല, നല്ലൊരു മസാലയാണ്. ഇതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ബന്നിലേക്ക് ഇറങ്ങി ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല സൂപ്പർ സാൻഡ്വിച്ച് ആയിരിക്കും കേട്ടോ. ഇതിനെ ഇതേമാതിരി ഇതുപോലെ പൊതിഞ്ഞെടുക്കുക. ഇത് ഇതിൻ്റെ 2 അറ്റം വരും കേട്ടോ. ഈ 2 അറ്റം എന്താ പറയുക ചുരുട്ടിയെടുക്കുക. എണ്ണ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ചുരുട്ടി സെറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നല്ല, നമ്മളിവിടെ 4 എണ്ണമാണ് ചെയ്യാൻ പോകുന്നത് വീട്ടിൽ. അപ്പോൾ ഇത് ബാക്കി സാൻഡ്വിച്ചും കൂടി സെയിം മെത്തേഡിൽ ഇതേപോലെ പൊതിഞ്ഞ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇത് വൈകുന്നേരമൊക്കെ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല ഇഷ്ടമാവും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.